ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീമി ഷവർമയുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഷവർമയുടെ റെസിപ്പി നോക്കാം. നമുക്ക് ആദ്യം തന്നെ കുബൂസിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് മാവും പിന്നെ സ്വല്പം പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. ചേർത്ത് ഒന്ന് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നേരിയ ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്കിത് ഫുൾ മൈദയിലോ അതോ ഫുൾ ഗോതമ്പ് മാവിലോ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു റേഷ്യോയിൽ എടുക്കുമ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റേഷ്യോയിൽ എടുക്കുന്നത്. ഇപ്പം നന്നായി നമുക്കിത് കുഴച്ച് മാറ്റിയെടുത്ത് വെക്കാം. ഇതൊന്ന് പൊങ്ങിക്കോട്ടെ. ഈ സമയം കൊണ്ട് ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ പെരുംജീരകം, ജീരകപ്പൊടി, പെപ്പർ, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ സ്വല്പം തൈര് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നീളത്തിലരിഞ്ഞ് 2 സവാള, അതിലേക്ക് കുറച്ച് ഉപ്പും സ്വല്പം വിനീഗർ തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ലെമൺ ആയാലും ഓക്കെയാണ്. എന്നാലും വിനീഗർ ഒഴിച്ചാലാണ് ബെറ്റർ, വൈറ്റ് വിനീഗർ. എന്നിട്ടിത് നന്നായി ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇഡ്ഡലി സ്റ്റീമർ ചൂടാക്കാൻ വെക്കുക. അതിൻ്റെ തട്ടിലേക്ക് നമ്മൾ ഈ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ ഓരോ കുഴിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഞെരടി വെച്ചിരിക്കുന്ന വിനീഗർ ഉപ്പൊക്കെ ചേർത്ത് ഞെരടി വെച്ചിരിക്കുന്ന സവോളയും വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഉണക്കമുളക്, കാശ്മീരി ആണെങ്കിൽ 3-4 ഓക്കെ കേട്ടോ. പക്ഷേ നോർമൽ ഇത് ഉണക്കമുളകാണെങ്കിൽ എരിവ് കൂടും, 2 വെച്ചാൽ മതി. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇതും കൂടെ വെക്കുക. നടുക്കത്തെ കുഴിയിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റിന് നമുക്കിത് സ്റ്റീമാക്കി എടുക്കാം. 8 മിനിറ്റ് മതി, ഇത് എല്ലാം വെന്തോളും. അപ്പോൾ നമ്മൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു. നമ്മുടെ ചിക്കനും മുട്ടയും എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെറിയ ഒരു സോസ് തയ്യാറാക്കാം. നമ്മുടെ വെന്ത ഉണക്കമുളകും വെളുത്തുള്ളിയും മുട്ടയും പിന്നെ കുറച്ച് പെപ്പറും ഉപ്പും പിന്നെ സ്വല്പം പാൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ, വേണമെങ്കിൽ ഓറിഗാനോ മിക്സഡ് ഹെർബ്സും ചേർക്കാം കേട്ടോ. ഞാൻ ഓറിഗാനോ ചേർത്തായിരുന്നു. അടിച്ചെടുക്കാം മിക്സർ ജാറിൽ. നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി അത് വെന്ത ചിക്കനും നമ്മുടെ സവോളയിലേക്കും ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി നമുക്ക് നമ്മുടെ കുബൂസ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഒന്ന് കളഞ്ഞ് ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഈ സമയം കൊണ്ട് ഒരു തവ ചൂടാക്കാൻ വെക്കുക. എടുത്തിട്ടുള്ളത് നമ്മൾ ഒട്ടും എണ്ണയൊന്നും തൊടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഷവർമ ബ്രെഡ് വരെ റെഡിയായി. ഇനി നമുക്ക് അസംബ്ലിയാണ്. ഇതുപോലെ ഒരു റാപ്പിംഗ് പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ ഇല്ലെങ്കിൽ അത് വേണ്ട, ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതിന് വേറെ ഒരു വെജിറ്റബിളോ ഫില്ലിംഗ് ഒന്നും ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ മടക്കി, ഞാനിപ്പോൾ ഇത് റാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ റാപ്പ് ചെയ്തെടുക്കുന്നു. റാപ്പില്ലാതെയും വെറുതെ ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് വെച്ച് റോൾ ചെയ്തും കഴിക്കാം. അങ്ങനെ റെഡിയാക്കിയാൽ നമ്മുടെ അടിപൊളി സ്റ്റീമി ട്രെൻഡിങ് ഷവർമ റെഡി. തയ്യാറാക്കി നോക്കി പറയണേ. ബൈ ബൈ, സ്റ്റേ സേഫ്.